ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിലായി കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിലും അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ ഫോണിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം അത്രയധികം ടൈമുകൾ നമ്മൾ ഫോണിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. കാരണം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടിപ്പോയാൽ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മുടെ കണ്ണുകളെയാണ്. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കൂടുതൽ നേരം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ മൊബൈലിൽ നിന്ന് വരുന്ന വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ കാഴ്ചശക്തിയെ കുറയ്ക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് വരാതെ തന്നെ നിങ്ങളുടെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. സോ നമ്മൾ ഇന്ന് ആ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ്റെ പേര് നൈറ്റ് മോഡ് എന്നാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാം. അതൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. ഇപ്പം നിങ്ങൾക്ക് താഴെയായിട്ടൊരു പവർ ബട്ടൺ കാണാം. നമുക്ക് അതൊന്ന് എനേബിൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ലൈറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് കുറേ അധികം ഐക്കൺസ് കാണാം. അതായത് നൈറ്റ് മോഡ്, അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ഫോണിൻ്റെ ലൈറ്റ് ക്രമീകരിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് മോഡ് ഓണാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാത്രിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നൈറ്റ് മോഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ നമ്മുടെ ഫോണിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് വരുന്നതിൻ്റെ ആ ലൈറ്റിൻ്റെ അളവ് കുറയും. ഓക്കെ, 0 ആക്കുകയാണെങ്കിൽ സാധാരണ പോലെയായിരിക്കും വരുന്നത്. തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ ഡിംനെസ് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതായത് കൂട്ടിയും കുറച്ചും നമ്മുടെ കണ്ണിന് എത്രത്തോളം ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വെക്കാമോ അതുപോലെ നമുക്ക് വെക്കാം. തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾക്കൊരു കറക്റ്റായ ടൈമിൽ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു രാത്രി ഒരു 7 മണി മുതൽ രാവിലെ ഒരു 7 മണി വരെയാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നൈറ്റ് മോഡിൽ ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. തൊട്ട് താഴെ പോസ് 16 സെക്കൻഡ് ഫോർ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനർത്ഥം നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ നമ്മുടെ നൈറ്റ് മോഡ് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മുടെ നൈറ്റ് മോഡ് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു വിൻഡോ വന്ന് കിടക്കുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ക്രമീകരിക്കാം. ഇനി നമുക്ക് ഈ നൈറ്റ് മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ഗെയിം കളിക്കാം. അങ്ങനെ നമ്മുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ലൈറ്റ് നമുക്ക് ഒരു പരിധി വരെ ക്രമീകരിച്ച് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള പ്രയോജനം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഗുണമുള്ള ആപ്ലിക്കേഷനാണ്. സോ ഫ്രണ്ട്സ്, പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, അരുൺ.